അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, ജസ്നാസ് സ്പൈസസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചപ്പാത്തി, നാൻ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇത് നമുക്കങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അടുത്തത് പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പനീറും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് മിക്സാക്കി എടുത്തതാണ്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം അതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുക്കാം. നമുക്കങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. അധികം വാടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. 10 ഉണക്കമുളക് കൂടെ ചേർക്കാം. എടുത്ത് വെച്ചിട്ടുള്ള 3 തക്കാളി കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 10 കാഷ്യൂ നട്ട്സാണ്. അതുകൊണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായി തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അടുത്തത് സെയിം പാനിൽ തന്നെ ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ടു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക. ചില്ലി പൗഡർ ചേർക്കും നിങ്ങൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച പേസ്റ്റ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണിത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കസൂരി മെത്തി കൈകൊണ്ട് ചെറുതായി ക്രഷ് ചെയ്ത് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില ചേർക്കാം. ശേഷം അടച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. അടുത്തത് 15 കാഷ്യൂ നട്ട്സ് വേണം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് നന്നായി പേസ്റ്റായി അരച്ചെടുക്കാം. നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച കാഷ്യൂ പേസ്റ്റ് അതിലേക്ക്
ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ക്രീം വേണം. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യാം. അടുത്തത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പീഡിൽ മിക്സ് ചെയ്യാൻ പാടില്ല, പനീർ പൊടിഞ്ഞു പോവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് പതുക്കെ ചെയ്യുക. അതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ചൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. ആവശ്യത്തിന് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ ബട്ടർ മസാലയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻസ് എല്ലാം അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.